സാറേ, നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഒരാളെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നു. അയാൾ പിന്നെ പാകിസ്ഥാൻ പട്ടാളത്തിലേക്ക് ജോയിൻ ചെയ്യുന്നു, മേജറായിട്ട് വരുന്നു. അപ്പം അയാളായിരിക്കില്ലേ ശരിക്കും ഒരു ചാരൻ എന്ന് പറയുന്നത്? ഇന്ത്യയുടെ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചാരൻ എന്നറിയപ്പെടുന്നത് രവീന്ദ്ര കൗശിക് ആണ്. പക്ഷെ അയാളെ കുറിച്ച് അധികം കേട്ടിട്ടില്ലല്ലോ. അധികം ഇവിടെ കേട്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ ആധാരമാക്കി 2 ഹിന്ദി സിനിമകൾ വന്നിട്ടുണ്ട്. 2012 ഏക്താ ടൈഗർ എന്ന് പറഞ്ഞിട്ടൊരു പടം, കബീർ ഖാൻ്റെ പടം. പിന്നെ 2019 റോമിയോ അക്ബർ വാൾട്ടർ എന്ന് പറഞ്ഞിട്ട്, അതും ഈ രവീന്ദ്ര കൗശിക്കിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജോൺ എബ്രഹാം ആയിരുന്നു അതിലെ നായകൻ. അത് റോബി ഗ്രീവാൾ സംവിധാനം ചെയ്ത പടമാണ്. അവരൊന്നും ഇത് രവീന്ദ്ര കൗശിക്കിൻ്റെ കഥയാണെന്നൊന്നും പറഞ്ഞിട്ടെടുത്തല്ല. അങ്ങനെയാണെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് കാശൊക്കെ കൊടുക്കണമല്ലോ. അല്ലാതെ ഒരു ചാരൻ പാകിസ്ഥാനിട്ട് പണിയുന്നു ഇവിടുന്ന് പോയിട്ട് എന്നുള്ള മട്ടിൽ എടുക്കുന്ന സിനിമകളാണ് അതൊക്കെ. അപ്പോൾ രവീന്ദ്ര കൗശിക്കിനെ 23-ാം വയസ്സിൽ തന്നെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഉറുദു ഒക്കെ പഠിപ്പിച്ചിട്ടാണ് പാകിസ്ഥാനിലേക്ക് അയക്കുന്നത്. ഇന്ദിരാഗാന്ധി ബ്ലാക്ക് ടൈഗർ എന്ന് വിശേഷിപ്പിച്ച ആളാണ് ഈ രവീന്ദ്ര കൗശിക്. കോളേജിൽ നാടക നടനൊക്കെ ആയിരുന്നു. അപ്പോൾ കോളേജിൽ നമ്മുടെ പട്ടാളക്കാരുടെയൊക്കെ എന്താ പറയുക, വീരകഥകളുമൊക്കെ നാടകമായിട്ടും മോണോ ആക്റ്റും ഒക്കെ ആയിട്ട് അവതരിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് എന്നാൽ പിന്നെ ഇയാൾ നമുക്ക് പൊക്കാം എന്ന് വിചാരിച്ചിട്ട് പൊക്കിയത്. അപ്പോൾ ഈ പാകിസ്ഥാനിൽ പക്ഷേ പട്ടാളത്തിൽ ചേർന്നെങ്കിലും പട്ടാളത്തിലെ അക്കൗണ്ട്സ് വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഇന്ത്യക്ക് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു, ഇന്ത്യക്ക് വിവരം തന്നുകൊണ്ടിരുന്നു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു 20,000 പേരെങ്കിലും പല ഘട്ടങ്ങളിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നുഴഞ്ഞുകയറ്റം, ഭീകരാക്രമണം, പട്ടാളത്തിൻ്റെ ആക്രമണം ഇല്ലേ, ഇങ്ങനത്തെ വിവരങ്ങളെല്ലാം കിട്ടിയിട്ട് പല ഘട്ടങ്ങളിലായിട്ട് 20,000 പേരെ ഇന്ത്യക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. നടൻ എന്നുള്ള വ്യക്തിത്വമാണ് ഈ ഉപയോഗപ്പെടുത്തിയത്. 23 വയസ്സിൽ ഇയാളെ കണ്ടെടുക്കുന്നത്. എന്നിട്ട് ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് ട്രെയിൻ ചെയ്തു 2 കൊല്ലം പരിശീലനം, ഉറുദു പഠിപ്പിച്ചു. പാകിസ്ഥാനിൽ പോയിട്ട് ഹിന്ദുവിനെ പോലെ പെരുമാറാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ സുന്നത്ത് ചെയ്തു, ഉറുദു പഠിപ്പിച്ചു, ഇസ്ലാമിക ആചാരങ്ങൾ പഠിപ്പിച്ചു, പാകിസ്ഥാൻ്റെ സാമൂഹിക നില പഠിപ്പിച്ചു, അവിടുത്തെ ഭൂമിശാസ്ത്രം പഠിപ്പിച്ചു, സംസ്കാരമൊക്കെ പഠിപ്പിച്ചു. എന്നിട്ടാണ് പോകുന്നത്. പേര് മാറ്റുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് പാകിസ്ഥാൻ ഇവൻ രവീന്ദ്ര കൗശിക്കാണെന്നുള്ളൊരു രേഖ കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. SLC പുസ്തകമോ എന്തെങ്കിലുമോ ഈ രേഖകൾ മുഴുവൻ ഇല്ലായ്മ ചെയ്തു. എന്നിട്ട് ഇയാളുടെ പേര്, രവീന്ദ്ര കൗശിക്കിൻ്റെ പേര് നബി അഹമ്മദ് ഷക്കീർ എന്ന് മാറ്റി. എന്നിട്ട് നബി അഹമ്മദ് ഷക്കീർ അങ്ങോട്ട് പോവാണ്. ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിവിവരങ്ങൾ മുഴുവൻ നീക്കിയിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് കറാച്ചി സർവകലാശാലയിൽ LLB പഠിച്ചു, നിയമം പഠിച്ചു. കറാച്ചി സർവകലാശാലയിൽ നിയമം പഠിച്ചിട്ടാണ് പാകിസ്ഥാൻ പട്ടാളത്തിൽ ചേരുന്നത്. അവിടെ മേജറും ഒക്കെ ആയി. അവിടെ പോയിട്ട് ഒരു മുസ്ലിം യുവതിയെ, അമാനത്ത് എന്നാണ് പേര്, വിവാഹം ചെയ്തു. ഒരു കുഞ്ഞും ഉണ്ടായി. പക്ഷെ കുഞ്ഞ് പിന്നീട് മരിച്ചുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട്. 1979 മുതൽ 1983 വരെ ഇന്ത്യക്ക് ഈ രവീന്ദ്ര കൗശിക്കിൽ നിന്നുള്ള വിവരം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ അതിർത്തി ആ ഭാഗങ്ങളിലുള്ള പാകിസ്ഥാൻ്റെ നീക്കങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് വിവരങ്ങൾ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇയാൾക്ക് ഇന്ദിരാഗാന്ധി കൊടുത്ത കോഡ് പേരാണ് ബ്ലാക്ക് ടൈഗർ എന്നുള്ളത്. ബ്ലാക്ക് ടൈഗർ എന്നൊക്കെ പേര്, അല്ലാതെ രവീന്ദ്ര കൗശിക് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ 1983 4 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രശ്നമായി. എന്താണെന്ന് വെച്ചാൽ ഇയാളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഒരാളെ അയച്ചു. ഇനായത്ത് മാസി എന്ന് പറഞ്ഞൊരാൾ, ചെറുപ്പക്കാരനാണ്. ഒരു കോണ്ടാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അയച്ചതാണ്. റോയ്ക്ക് ചില കാര്യങ്ങൾ ഇയാളോട് പറയാനും ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഇനായത്ത് മാസി എന്ന് പറഞ്ഞ ആളെ അവിടെ പാകിസ്ഥാൻ പിടിയിലായി.
അപ്പോൾ ഇനായത്ത് മാസി ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ തത്തമ്മേ പൂച്ച പൂച്ച എന്നുള്ള മട്ടിൽ പറഞ്ഞു. 1985 രവീന്ദ്ര കൗശിക്കിന് വധശിക്ഷ വിധിച്ചു. അത് പിന്നീട് ജീവപര്യന്തമാക്കി കുറച്ചു. അപ്പോൾ പിന്നീട് ജയിലിൽ തന്നെ മരിക്കുകയാണ്. സിയാൽകോട്ടിൽ ഈ പിടിച്ച ശേഷം സിയാൽകോട്ടിൽ 2 വർഷം അതിക്രൂരമായ പീഡനം സഹിക്കേണ്ടി വന്നു. മിയാൻ വാലി ജയിലിൽ 2 വർഷം കഴിഞ്ഞു. 2001 ശ്വാസകോശ അർബുദം പിടിപെട്ടു. മുൾട്ടാനിലെ ന്യൂ സെൻട്രൽ ജയിലിൽ ആണ് മരണം. ഈ ശ്വാസകോശ അർബുദം വന്നിട്ട് ജയിലിൻ്റെ പിന്നിൽ ജയിൽ വളപ്പിൽ തന്നെയാണ് സംസ്കാരമൊക്കെ നടത്തിയത്. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആരും തപ്പിക്കൊണ്ട് പോകണ്ട എന്നുള്ളതുണ്ട്. രവീന്ദ്ര കൗശിക് 1952 ജനിച്ചത്. രാജസ്ഥാനിലെ ഗംഗാനഗറിലാണ്. രാജസ്ഥാനിലെ ഗംഗാനഗർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ്. അത് അച്ഛൻ JM കൗശിക് എയർഫോഴ്സിലെ ഓഫീസറായിരുന്നു. BCom ആണ് പഠിച്ചത് കൗശിക്. BCom പഠിക്കുമ്പോഴൊക്കെയാണ് ആക്ടിങ്ങിൽ പിന്നെ ഡിബേറ്റിൽ ഒക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഡൽഹിയിൽ 2 കൊല്ലമായിരുന്നു പരിശീലനം. 1975 23-ാമത്തെ വയസ്സിലാണ് പാകിസ്ഥാനിൽ പോകുന്നത്. ഇസ്ലാമിൽ ചേരുകയും ചെയ്തു. എന്നിട്ടാണ് സുന്നത്തൊക്കെ നടത്തുന്നത്. ഒരു കുഞ്ഞുണ്ടായി എന്ന് പറയുന്നത് 2012-13 മരിച്ചുപോയി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ കോളേജിൽ മോണോ ആക്റ്റിൽ പട്ടാള ഓഫീസറായി അവതരിപ്പിച്ചിരുന്നു. പിന്നെ ചൈനയ്ക്ക് വിവരമൊന്നും കൊടുക്കില്ല. അതായത് ചൈനയ്ക്ക് വിവരമൊന്നും കൊടുക്കാത്തൊരു പട്ടാള ഓഫീസറെയാണ് അവതരിപ്പിച്ചത്. ഞാൻ ചൈനയ്ക്ക് വിവരം കൊടുക്കില്ല എന്ന് ദൃഢനിശ്ചയമുള്ള അതാണ് റോ ശ്രദ്ധിച്ചത്. അപ്പോൾ അച്ഛനോട് ഈ റോയിൽ പോവാന്നൊന്നും പറഞ്ഞില്ല, ഡൽഹിയിൽ ജോലി കിട്ടിയിട്ടുണ്ട് പോവാന്നാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഈ വിവരങ്ങൾ പറഞ്ഞില്ല പോവുകയാണെന്നുള്ളത്. അപ്പോൾ ഈ അമാനത്തിനെ കല്യാണം കഴിച്ചല്ലോ, ഭാര്യയ്ക്കും അറിയില്ലായിരുന്നു ഇയാൾ ഇന്ത്യക്കാരനാണ്, രവീന്ദ്ര കൗശിക്കാണെന്നുള്ളത് ഭാര്യയിൽ നിന്നും മറച്ചു വെച്ചു ഇനായത്ത്. അപ്പോൾ ഇനായത്തും ഇയാളും രവീന്ദ്ര കൗശിക്കും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഒരു പാർക്കിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. അത് അങ്ങനെ കണ്ടുമുട്ടുന്നത് ISI ഒരിക്കൽ കാണുകയും ചെയ്തിരുന്നു, ഇങ്ങനെ ഒരു കാഴ്ച നടന്നത്. എന്നിട്ടും തടവിലായി കഴിഞ്ഞപ്പോൾ തടവിൽ നിന്നും 6 കത്തുകൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു, കുടുംബത്തിലേക്കുമൊക്കെ. ഈ രവീന്ദ്ര കൗശിക് മരിച്ചുപോയ വിവരം അറിഞ്ഞ് താമസിയാതെ അച്ഛൻ മരിച്ചുപോയി. ആ ഷോക്കും കാര്യങ്ങളുമൊക്കെയാണ്. ഇന്ത്യ ഒരിക്കലും രവീന്ദ്ര കൗശിക്കിനെ ഇങ്ങനെ അയച്ച കാര്യം സമ്മതിച്ചിട്ടില്ല. കാരണം അങ്ങനെ സമ്മതിച്ചു കൂടല്ലോ. അതെ. സഹോദരൻ രാജേശ്വർ നാഥ്, പിന്നെ അമ്മ അമലാദേവി, അവർ രണ്ടുപേരും ഈ നമ്മുടെ വിദേശകാര്യ വകുപ്പിന് ആഭ്യന്തര വകുപ്പിനൊക്കെ കത്തുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നിട്ടുണ്ട്. പലപ്പോഴും മിസ്സിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കത്തയച്ചിട്ടുണ്ട്. കുടുംബത്തിന് മാസം 500 രൂപ 2000 രൂപയൊക്കെ കേന്ദ്രം കൊടുത്തുകൊണ്ടിരുന്നു 2006 വരെ. 2006 അമ്മ അമലാദേവി മരിച്ചുപോയി. 2006 ശേഷം കൊടുക്കുന്നില്ല. സത്യത്തിൽ രവീന്ദ്ര കൗശിക്കിനെ നമ്മൾ ഇന്ത്യ ഓൺ ചെയ്യേണ്ടതല്ലേ, വേണ്ടത്ര ഒരു പരിഗണന കൊടുക്കുകയും ഇല്ലേ? അതെ. ഇങ്ങനൊരു അതും സത്യത്തിലൊരു ഇൻസ്പയറിങ് സ്റ്റോറി അല്ലേ? അതെ അതെ. പ്രചോദനമാവില്ലേ യുവാക്കൾക്ക് പിന്നെ നമ്മുടെ സേനകളിൽ ചേരാനും ഒക്കെ? അതെ. അപ്പോൾ വീണ്ടും മറ്റേ കുടുംബത്തിന് വേണ്ട സഹായം ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്കനോളജി ചെയ്യുക, ഓൺ ചെയ്യുക രവീന്ദ്ര കൗശിക്കിനെ അങ്ങനെ ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു ചാരൻ ഉണ്ടായിട്ടില്ല. കാരണം പാകിസ്ഥാനിൽ നമ്മുടെ അജിത് ദോവൽ പോയിട്ടുണ്ട് ഇല്ലേ, ഒരു മൗലവിയെ പോലെ വേഷം കെട്ടി നടന്നിട്ടുമൊക്കെ ഉണ്ട്. മ്യാൻമാറിലും ഒക്കെ പോയിട്ടുണ്ട്. അജിത് ദോവലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹീറോ. പക്ഷെ അതിനേക്കാളും വലിയൊരു ക്യാരക്ടർ അല്ലേ ഈ കൗശിക് എന്ന് പറയുന്നത്. സത്യത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രവീന്ദ്ര കൗശിക് തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചാരൻ. ആരും അറിയാതെ പാകിസ്ഥാനിൽ ജീവിച്ചല്ലോ, അത് അവിടെ പോയിട്ട്
അതെ. ഇവിടെ നിന്ന് അയച്ചത് തന്നെ അവിടുത്തെ പട്ടാളത്തിൽ തുരന്നു കയറാൻ വേണ്ടിയിട്ടാണ്. അത് സാധിച്ചല്ലോ. അതെ. ദേശാഭിമാനത്തിൻ്റെ ഏറ്റവും വലിയ അല്ലേ ഒരു പ്രകാശനം ആണത്. കാരണം കോളേജിലും നമ്മുടെ ഒരു പട്ടാളക്കാരനെ അവതരിപ്പിച്ചു. നമ്മുടെ റോ ആവശ്യപ്പെടുമ്പോൾ ശരി ഞാനത് ഏറ്റെടുക്കുന്നു. എന്തൊരു റിസ്ക് ആണത്. അതെ. സാധാരണ ആരെങ്കിലും ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു യുവാവ് ഏറ്റെടുക്കുക ഭയങ്കര റിസ്ക് ഉള്ള വലിയ റിസ്ക് ഉള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം. അത് ഏറ്റെടുത്തു. അപ്പോൾ രവീന്ദ്ര കൗശിക് എല്ലാവർക്കും പ്രചോദനമാകുന്നൊരു പാഠമാണ്. വേണമെങ്കിൽ സിലബസിൽ തന്നെ വരാവുന്നൊരു കഥാപാത്രമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.